ഹലോ, ഞാനൊരു ഫുഡ് ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇന്ന് രാവിലെ ഉപ്പുമാവായിരുന്നു, മോള് കഴിച്ചിട്ടില്ല. അപ്പം മക്കൾ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അമ്മമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അയ്യോ അവരെന്താ കഴിക്കാത്തത്, അയ്യോ കഴിച്ചില്ലല്ലോ, എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, എന്ത് ഫുഡ് കൊടുത്താലാ കഴിക്കാമെന്നൊക്കെ. എനിക്കങ്ങനെയാണ് കേട്ടോ. ഞാൻ ഇന്ന് മോൾക്ക് എന്തായാലും ഗ്രീൻ പീസ് എഗ് മസാല ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ അതാകുമ്പോൾ അവൾ വേഗം കഴിച്ചോളും. ഞാൻ ഓവർ മസാലാസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ചിക്കൻ മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഗരം മസാല കുരുമുളക് ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ലേ. അവൾക്ക് എന്താ എരി കൂടിയാലോ എന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ അങ്ങനെ കഴിക്കാതെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു എഗ്ഗും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇളക്കി ചെറുതാവും മുതലേ ടൈം ടേബിൾ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കണം എന്നുള്ള ഭയങ്കര കാൽക്കുലേഷൻ ആയിരിക്കും അവൾ എൻ്റെ കൂടെ ഉള്ള സമയത്ത് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ പലഹാരം മുട്ടായി പുറത്തുനിന്നുള്ള ഫുഡുകളൊന്നും ചെറിയ കുഞ്ഞാകുമ്പോൾ അവൾക്ക് കൊടുക്കാറില്ലായിരുന്നേ. ഇപ്പോഴാണ് പിന്നെയും അവൾ കഴിക്കുന്നത്. ഇപ്പോൾ തന്നെ അവൾ ചോദിച്ച് വാങ്ങി കഴിക്കുക എന്തൊക്കെ ഫുഡാണെന്ന് വെച്ചാൽ. എന്നാലും ഞാൻ എന്താ പറയുക, എന്തെങ്കിലും നല്ല ഫുഡുകൾ കൊടുത്തിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ കൊടുത്തിട്ടാണ് അവൾക്ക് ഈ മുട്ടായി ആയാലും ബേക്കറീസൊക്കെ ആയാലും അതിൻ്റെ കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കാറ് കേട്ടോ. അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഞാൻ അവൾക്ക് അവോയ്ഡ് ചെയ്തിരുന്നു കേട്ടോ. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാലും അവരും നമ്മളോട് ഇതൊക്കെ തന്നെയാണ് പറയാറുണ്ടായിരുന്നത്.